200 മെഗാവാട്ട് വൈദ്യുതി ഒരു വർഷത്തേക്ക് വാങ്ങാൻ KCBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയായി. KCBയുടെ ആവശ്യം കമ്മീഷൻ അംഗീകരിക്കായിരുന്നു. ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി റെഗുലേറ്ററി കമ്മീഷന് മുന്നിലേക്ക് KCB എത്തിയത്. റെഗുലേറ്ററി കമ്മീഷനാണ് KCBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പബ്ലിക്കിന്റെ ഹിയറിംഗ് ഉൾപ്പെടെ നടത്തി ഒരു ജുഡീഷ്യൽ സംവിധാനം പോലെ പ്രവർത്തിക്കുന്നതാണ്. KCBക്ക് ഒറ്റയ്ക്ക് താരിഫ് നിരക്കിന്റെ കാര്യത്തിൽ, വൈദ്യുതി വാങ്ങൽ കാര്യത്തിൽ ഒന്നും തീരുമാനം എടുക്കാൻ കഴിയില്ല. KCBയുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, കമ്മീഷനാണ്. കമ്മീഷന്റെ അനുമതി വേണം എല്ലാ തീരുമാനങ്ങൾക്കും. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ 200 മെഗാവാട്ട് വൈദ്യുതി ഒരു വർഷത്തേക്ക് വാങ്ങാൻ KCBക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ യൂണിറ്റിന് 5 രൂപ 96 പൈസയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത് എന്നതാണ് പ്രശാന്ത് കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്. 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ അനുമതി ലഭിക്കുമ്പോൾ ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് KCB പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ നിലയിൽ വൈദ്യുതി വാങ്ങാനാകും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം KCB ചെയർമാൻ വ്യക്തമാക്കിയിരുന്നു. വൈദ്യുതി മന്ത്രിയും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പ്രശാന്ത് കൃഷ്ണനുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. രതീഷ്, വലിയ പ്രതിസന്ധിയാണ് KCB നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും 500 മെഗാവാട്ടിലധികം അധികമായി വേണ്ടിവരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള നടപടികളിലേക്ക് KCB കടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ KCB ചെയർമാൻ MG രാജമാണിക്യം IAS നമ്മോട് വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇന്നിപ്പോൾ KCBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കുകയാണ് ചെയ്തത്. 200 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ KCBക്ക് നൽകിയിരിക്കുന്നത്. അത് 200 മെഗാവാട്ട് ഒരു വർഷത്തേക്ക് KCBക്ക് വാങ്ങാം. നിരക്ക് 5 രൂപ 96 പൈസ എന്നതാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അത് 10 രൂപയിലധികം യൂണിറ്റിന് നൽകി വൈദ്യുതി വാങ്ങാനുള്ള അനുമതി നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ബോർഡിന് നൽകിയിരുന്നില്ല. അപ്പോൾ ഇത് കുറഞ്ഞ നിരക്കായതുകൊണ്ട് തന്നെ ബോർഡിന് അനുമതി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് നേരത്തെ തന്നെ തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. അതിനുള്ള നടപടികൾ റെഗുലേറ്ററി KCB നീങ്ങുകയും ചെയ്തിരുന്നു. 3 കമ്പനികളിൽ നിന്നാണ് ഒരു വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നത്. അപ്പോൾ നിലവിൽ 500 മെഗാവാട്ടിൻ്റെ ഒരു കുറവ് ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ 200 മെഗാവാട്ട് കൂടി ലഭിക്കുമ്പോൾ ആ വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ തോത് കുറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനൊപ്പം തന്നെ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി 2 രൂപ 95 പൈസയ്ക്ക് വാങ്ങുന്നതിനുള്ള ഒരു ധാരണയിലേക്കും KCB എത്തിയിട്ടുണ്ട്. പക്ഷേ ആ വൈദ്യുതി ഡിസംബർ മാസത്തോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിയന്ത്രണത്തിന് കുറെ കൂടി അയവ് വരുമായിരുന്നു. ഏതായാലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഓരോ ദിവസവും വൈദ്യുതിയുടെ ക്ഷാമം കാരണം KCBക്ക് നടപ്പാക്കേണ്ടി വരുമ്പോൾ 200 മെഗാവാട്ട് വൈദ്യുതി കൂടി ദിവസവും ലഭിക്കുന്നത് ആശ്വാസകരമാകും പൊതുജനങ്ങളെ സംബന്ധിച്ച്. ശരി, അല്പം ആശ്വാസം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ്. 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാനുള്ള അനുമതി KCBക്ക് ലഭിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.